Hi dears, welcome back to Mayflower. Today we are discussing the poem Edge by Sylvia Plath. It is a chapter that is included in the paper American Literature for Second Sem PG students of Calicut University. Calicut University PG വിദ്യാർത്ഥികൾക്കുള്ള അമേരിക്കൻ ലിറ്ററേച്ചർ എന്ന പേപ്പറിൽ ഉൾപ്പെട്ട ഒരു ചാപ്റ്ററാണ് എഡ്ജ്. ഈ കവിതയാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. Sylvia Plath is a famous American poet and she is the wife of Ted Hughes, the famous animal poet. Animal poet എന്നറിയപ്പെടുന്ന ടെഡ് ഹ്യൂസിൻ്റെ ഭാര്യയാണ് സിൽവിയ പ്ലാത്ത്. ആൻഡ് ഷീ റോട്ട് എ ലോട്ട് ഓഫ് പോംസ് ഇൻക്ലൂഡിങ് ഡാഡി, ട്യൂലിപ്സ് എക്സെട്ര. ട്യൂലിപ്സ്, ഡാഡി തുടങ്ങിയ കവിതകൾ വളരെ പ്രശസ്തങ്ങളായ കവിതകളാണ്. ഈ കവിതകൾ എഴുതിയ സിൽവിയ പ്ലാത്തിൻ്റെ കവിതയാണ് എഡ്ജ്. ആൻഡ് even though she was a famous and successful poet, her married life was not happy. വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു റൈറ്ററാണ് ആയിരുന്നു എങ്കിൽ തന്നെയും അവരുടെ ജീവിതം വളരെ പരാജയമായിരുന്നു. ആൻഡ് ഷീ കമ്മിറ്റഡ് സൂയിസൈഡ് ഇൻ 1963. 1963 ആത്മഹത്യ ചെയ്യാണ്. ആൻഡ് ഷീ ട്രൈഡ് സെവറൽ ടൈംസ് ആൻഡ് അറ്റ് ലാസ്റ്റ് കമ്മിറ്റഡ് സൂയിസൈഡ്. ഒരു പലതവണ ജീവിതം അവസാനിപ്പിക്കാൻ ശ്രമിച്ചു. അങ്ങനെ അവസാനം മരണത്തിന് കീഴടങ്ങിയ വ്യക്തിയാണ് സിൽവിയ പ്ലാത്ത്. ആൻഡ് ദിസ് പോം ഇസ് റിഗാർഡഡ് ആസ് ദി ഫൈനൽ പോം ഓഫ് സിൽവിയ പ്ലാത്ത്. അവരുടെ അവസാന കവിതയാണ് ഇത് എന്ന് അറിയപ്പെടുന്നു. ആൻഡ് ഷീ റോട്ട് ദിസ് പോം ഓൺ 15th February 1963, that is 6 days before her death. It's already said that she committed suicide in 1963. 1963 അവർ ആത്മഹത്യ ചെയ്യുന്നു. ആത്മഹത്യ ചെയ്യുന്നതിൻ്റെ 6 ദിവസം മുൻപാണ് ഈ കവിത എഴുതിയത് എന്ന് കരുതപ്പെടുന്നു. ആൻഡ് ദ ക്രിറ്റിക്സ് സേ ദാറ്റ് ദിസ് പോം റിവീൽസ് ഹർ ഡെസ്പെയർ ആൻഡ് സൂയിസൈഡൽ തോട്ട്സ്. ക്രിറ്റിക്സ് പറയുന്നത് ഈ കവിതയിലൂടെ അവരവരുടെ ആത്മഹത്യ ചിന്തകളും അതേപോലെ തന്നെ നിരാശയും ഒക്കെയാണ് വെളിപ്പെടുത്തുന്നത് എന്നാണ്. ആൻഡ് ഇറ്റ് ഡെപിക്ട്സ് an heroic situation in which a mother and her 2 children lie dead beneath a staring indifferent moon. ഒരു സന്ധ്യയ്ക്ക് ഒരമ്മയും 2 മക്കളും മരിച്ച നിലയിൽ കാണപ്പെടുന്നു. ആ ഒരു സംഭവത്തെ ബേസ് ചെയ്ത് ആ ഒരു സംഭവമാണ് ഈ കവിതയിൽ വിവരിക്കുന്നത്. ആൻഡ് ഹിൻസ് അബൌട്ട് എക്സോഷൻ, ഡിപ്രഷൻ ആൻഡ് ഫാമിലി കോൺഫ്ലിക്ട്സ് ഗിവ് ഇറ്റ് എ ട്രാജിക് അറ്റ്മോസ്ഫിയർ. ഈ കവിതയിൽ അവരുടെ പ്രശ്നങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇൻഡയറക്റ്റ് ആയിട്ട് അതിൽ സൂചനകളുണ്ട്. അതേപോലെ തന്നെ എക്സോഷൻ, ജീവിതത്തിൽ പരാജയപ്പെട്ടതിൻ്റെ, ക്ഷീണം സംഭവിച്ചതിൻ്റെ, ജീവിത പരാജയത്തിൻ്റെ ഒക്കെ കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട്. ആൻഡ് ഇറ്റ് വാസ് ഫസ്റ്റ് പബ്ലിഷ്ഡ് ഇൻ ഹർ പോസ്റ്റ്മസ് വോളിയം ഏരിയൽ ഇൻ 1965. 1965 പോസ്റ്റ്മസ് പബ്ലിക്കേഷനാണ് അവരുടെ ഏരിയൽ എന്ന വർക്ക്, ആ ഒരു കളക്ഷൻ. പോസ്റ്റ്മസ് പബ്ലിക്കേഷൻ മീൻസ് അവരുടെ മരണത്തിന് ശേഷമാണ് ഈ ഏരിയൽ എന്ന ആ ഒരു കളക്ഷൻ പബ്ലിഷ് ചെയ്യുന്നത്. ആ ഒരു കളക്ഷനിലാണ് ഈ പോം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആൻഡ് ദ പോയിറ്റ് ബിഗിൻസ് ബൈ റെഫറിങ് ഡെത്ത് ആൻഡ് സേസ് ദാറ്റ് ദ വുമൺ ഹാസ് റീച്ച്ഡ് എ സ്റ്റേറ്റ് ഓഫ് പെർഫെക്ഷൻ. ഇനി ഈ കവിത നമ്മൾ പറഞ്ഞു, ഇറ്റ് ഈസ് റിട്ടൺ ഇൻ ഫ്രീ വേഴ്സ്. ഒരു റൈമൊന്നും ഇല്ല, പക്ഷേ ചില സ്ഥലങ്ങളിൽ വി ക്യാൻ സീ ഹാഫ് റൈമിങ്. ഹാഫ് റൈം പോലെ തോന്നുന്ന, ബിക്കോസ് ഓഫ് ദി യൂസ് ഓഫ് അൽറ്ററേഷൻ ആൻഡ് അസോണൻസ്. അൽറ്ററേഷൻ, അസോണൻസ് ഇവയുടെ പ്രയോഗം കൊണ്ട് ഒരു ഹാഫ് റൈം ആണെന്ന് നമുക്ക് തോന്നുന്ന രീതിയിലാണ്. ആൻഡ് ഇറ്റ് കണ്ടെയ്ൻസ് 20 stanzas. ദ പോം ഹാസ് 20 lines structured in couplet form. കപ്ലെറ്റ് മീൻസ് 2 വരികളാണ്, ഈരടികൾ. 2 വരികൾ വീതമുള്ള 20 lines ആണ് ഈ കവിതയിൽ. ആ ഒരു സ്ട്രക്ചറിലാണ് ഈ കവിത എഴുതപ്പെട്ടത്. Okay, then we can move on to the poem. The woman is perfected. Her dead body wears the smile of accomplishment, the illusion of a Greek necessity. First, ആദ്യത്തെ 2 വരിയിൽ the woman is perfected. പൂർണ്ണമായി ഒരു സ്ത്രീയുടെ ജീവിതം പൂർണ്ണതയിലെത്തിയിരിക്കുന്നു. ദാറ്റ് മീൻസ് ഹിയർ പെർഫെക്റ്റഡ് മീൻസ് ഇറ്റ് ഷോസ് ഡെത്ത്. ഒരാളുടെ ജീവിതം, നമ്മൾ പറയാറുണ്ട് നമ്മളുടെ ജീവിതം അതിൻ്റെ പൂർണ്ണതയിലെത്തുന്നത് മരണത്തോടു കൂടിയാണ് അതിൻ്റെ അവസാനം എത്തുന്നത്. അതേപോലെ ഹിയർ ദ വുമൺ ഈസ് പെർഫെക്റ്റഡ്. ദ വുമൺ റീച്ച്ഡ് ഹർ ഡെത്ത്. ഹർ ഡെഡ് ബോഡി വിയേഴ്സ് എ സ്മൈൽ ഓഫ് അക്കംപ്ലിഷ്മെൻറ്റ്സ്. അവളുടെ ആ മുഖത്ത്, അവളുടെ ആ ഒരു ശരീരത്തിൽ
വി ക്യാൻ സീ ദ സ്മൈൽ ഓഫ് അക്കംപ്ലിഷ്മെന്റ്സ്. ഒരു പൂർണ്ണതയുടെ, അക്കംപ്ലിഷ്മെന്റ് മീൻസ് പൂർണ്ണത നിറവേറ്റിയതിൻ്റെ ഒരു ഭാവം അവളുടെ മുഖത്ത് കാണാം. അതായത് തൻ്റെ ജീവിതത്തിലെ കർത്തവ്യങ്ങൾ നിറവേറ്റി എന്നതിൻ്റെ ഒരു ചിരി അവളുടെ മുഖത്തുണ്ട്. ദ ഇല്യൂഷൻ ഓഫ് എ ഗ്രീക്ക് നെസസിറ്റി. ഗ്രീക്ക് നെസസിറ്റി മീൻസ് ഒരു ഗ്രീക്ക് ഹീറോയിൻ്റെ, ഗ്രീക്ക് ട്രാജഡിയിലുള്ള ഒരു ഹീറോയിൻ്റെ ആ ഒരു ലുക്കിലാണ് അവരെ കാണപ്പെടുന്നത്. Flaws in the scroll of her toga, her bare feet seem to be saying, "We have come so far, it is ever." എന്താ പറയുന്നത്? Flaws in the scroll of her toga. Toga means dress. That means she has a long dress. അവളുടെ ഡ്രസ്സ് ഒരു വലിയ ഡ്രസ്സ്, നീണ്ട ഡ്രസ്സാണ്. കാൽപാദം വരെയുള്ള ഒരു ഡ്രസ്സ്. അവിടെ കാൽപാദം നമുക്ക് കാണാൻ സാധിക്കും, ബാക്കി ഫുള്ള് കവർ ചെയ്ത ആ ഒരു ഡ്രസ്സിൽ ഹെർ ബെയർ ഫുട്ട് ഓർ ഹെർ ബെയർ ഫീറ്റ്, അവളുടെ കാലുകൾ, നഗ്നമായ കാലുകൾ, അവിടെ വരെ കാലിൻ്റെ ആ ഒരു ആംഗിളിൽ വരെ ഡ്രസ്സുണ്ട്. കാലിൻ്റെ പാദം നഗ്നമാണ്. കാല് കൂട്ടിക്കെട്ടിയ ആ കാലിൽ എന്താണ് ആ കാല് കാണിക്കുന്നത്? സീം ടു ബി സേയിങ്. ആ കാല് നമ്മളോട് പറയുന്നത് പോലെ തോന്നി. എന്താ പറയുന്നത്? വി ഹാവ് കം സോ ഫാർ, ഇറ്റ് ഈസ് ഓവർ. നമ്മൾ ഒരുപാട് ദൂരം പിന്നിട്ടു, ഇതോടുകൂടി കഴിഞ്ഞു. ഈ ഒരു യാത്രയോടുകൂടി, ഇത് അന്ത്യയാത്രയാണ്. വി ഹാവ് കം സോ ഫാർ. ഒരുപാട് ദൂരം ഓടി, ഒരുപാട്. ദാറ്റ് മീൻസ് ഇറ്റ് ഷോസ് ദ ട്രബിൾസ് ഇൻ ഹർ ലൈഫ്. തൻ്റെ ജീവിതത്തിൽ നേരിട്ട പ്രയാസങ്ങൾ, ഡെസ്പെയർ, അതേപോലെ തന്നെ ഡിസപ്പോയിൻമെൻറ്റ്സ്, ഇതൊക്കെയാണ് അതിൽ കാണപ്പെടുന്നത്. ആ ഒരു പ്രശ്നങ്ങൾ, ജീവിതത്തിൽ നേരിട്ട പ്രശ്നങ്ങളാണ്. വി ഹാവ് കം സോ ഫാർ, ഇറ്റ് ഈസ് ഓവർ. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ദ എൻഡ് ഓഫ് ഓൾ ദീസ് പ്രോബ്ലംസ്. ഈ മരണത്തോടു കൂടി എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കുകയാണ്. ആൻഡ് ഈച്ച് ഡെഡ് ചൈൽഡ് കോയിൽഡ് എ വൈറ്റ് സെർപ്പൻറ്റ്, വൺ അറ്റ് ഹർ ലിറ്റിൽ പിക്ചർ ഓഫ് മിൽക്ക് നൗ എംപ്റ്റി ഷീ ഹാസ് ഫോൾഡഡ്. എന്താണ്? ഈച്ച് ചൈൽഡ് ആൻഡ് ഇൻ ഹർ ബ്രസ്റ്റ് വി ക്യാൻ സീ ടു ചിൽഡ്രൻ. നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു അമ്മയും രണ്ട് കുട്ടികളും മരിച്ചു കിടക്കുന്ന ആ ഒരു രംഗമാണ്. ആൻഡ് ഈച്ച് ചൈൽഡ്, ഈച്ച് ഡെഡ് ചൈൽഡ് കോയിൽഡ് അറ്റ് ഹർ ബ്രസ്റ്റ്. കോയിൽഡ് മീൻസ് ചുരുണ്ട് കിടക്കുന്നുണ്ട്. രണ്ട് കുട്ടികൾ അവളുടെ മാറിൽ ചുരുണ്ട് കിടക്കുന്നുണ്ട്. എങ്ങനെയാണ്? എ വൈറ്റ് സെർപ്പൻറ്റ്, ഒരു വൈറ്റ് സെർപ്പൻറ്റിനെ പോലെ ചുരുണ്ട് കിടക്കുന്നു. വൺ അറ്റ് ഈച്ച് ലിറ്റിൽ പിക്ചർ ഓഫ് മിൽക്ക്. പിക്ചർ ഓഫ് മിൽക്ക് മീൻസ് ഹിയർ ബ്രസ്റ്റ്. അവരുടെ ആ നെഞ്ചത്ത്, രണ്ട് നെഞ്ചിലും രണ്ട് കുഞ്ഞുങ്ങൾ പാമ്പിനെ പോലെ ചുരുണ്ട് കിടക്കുന്നു, മരിച്ചു കിടക്കുകയാണ്. ആൻഡ് നൗ എംപ്റ്റി, ഷീ ഹാസ് ഫോൾഡഡ്. ആൻഡ് ദ ബ്രസ്റ്റ് ഈസ് നൗ എംപ്റ്റി, എംപ്റ്റി ഓഫ് മിൽക്ക്. ആ ബ്രസ്റ്റിൽ പാലില്ലാത്ത ആ ബ്രസ്റ്റിൽ രണ്ട് കുഞ്ഞുങ്ങൾ ചുരുണ്ട് കിടക്കുന്നുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് ജസ്റ്റ് ലൈക്ക് വൈറ്റ് സെർപ്പൻറ്റ്. ഹിയർ വി ക്യാൻ സീ ദ ഇല്യൂഷൻ ഓഫ് ദ ഡെത്ത് ഓഫ് ക്ലിയോപാട്ര. ക്ലിയോപാട്രയുടെ മരണവുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു ഇല്യൂഷൻ നമുക്ക് കാണാൻ സാധിക്കും. അതായത് ക്ലിയോപാട്ര വൈറ്റ് സെർപ്പൻറ്റിനെ തൻ്റെ ബ്രസ്റ്റിൽ കൊത്തിച്ചിട്ടാണ് മരിക്കുന്നത്. അങ്ങനെ മരിക്കുന്ന ക്ലിയോപാട്രയുമായിട്ടുള്ള ഒരു സാമ്യ, ഒരു അല്യൂഷൻ നമുക്കിവിടെ കാണാൻ സാധിക്കും. ആൻഡ് ദെൻ ബാക്ക് ഇൻ ടു ഹർ ബോഡി ആസ് പെറ്റൽസ് ഓഫ് എ റോസ് ക്ലോസർ വെൻ ദ ഗാർഡൻ സ്റ്റിഫൻസ്. ഇനി ഈ കുട്ടികൾ എങ്ങനെയാണ് ഉറങ്ങുന്നത്? ജസ്റ്റ് ലൈക്ക് ഷീ ടേക്ക് ബാക്ക് ദീസ് ചിൽഡ്രൻ ടു ഹർ ബോഡി. അവൾ അവളുടെ ശരീരത്തിലേക്ക് തൻ്റെ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിച്ചു. എങ്ങനെയാണ്? ആസ് പെറ്റൽസ് ഓഫ് എ റോസ് ക്ലോസ് വെൻ ദ ഗാർഡൻ സ്റ്റിഫൻസ് ഇൻ വിൻ്റർ സീസൺ. തണുപ്പ് സമയത്ത് പൂന്തോട്ടത്തിലെ റോസാപ്പൂ വിടരുമ്പോൾ ആ തണുപ്പ് സഹിക്കാൻ കഴിയാതെ തൻ്റെ ഇതളുകളെ റോസാപ്പൂവ് ചേർത്ത് വെക്കുന്നത് പോലെ തൻ്റെ കുഞ്ഞുങ്ങളെ തൻ്റെ ശരീരത്തോട് ചേർത്ത് വെച്ചാണ് അവൾ മരിച്ചത്. സോ ഇവിടെ we can see the image or the figure of speech simile. Simile എന്ന ഒരു figure of speech നമുക്ക് കാണാൻ സാധിക്കും. Then back into her body as petals of a rose. This is a comparison. As petals of a rose close when the garden stiffens and odors bleed. And odors bleed means, odor here means fragrance, smell. ആ ഒരു സ്വീറ്റ് സ്മെൽ നമുക്ക് കാണാൻ സാധിക്കും. ആൻഡ് ഇറ്റ് ഈസ് ബ്ലീഡിങ്. ബ്ലീഡിങ് എന്നുള്ളത് ആ ഒരു വേദനയുടെ റെപ്രസെൻറ്റേഷൻ ആണ്. ദാറ്റ് മീൻസ് ഷീ ഫോൾഡഡ് ഹർ ചിൽഡ്രൻ ടു ഹർ ബോഡി ബിക്കോസ് ഓഫ്
സാഡ്നെസ് അല്ലെങ്കിൽ ബിക്കോസ് ഓഫ് ഡെസ്പെയർ. താൻ മരിച്ചു പോയി കഴിഞ്ഞാൽ തൻ്റെ മക്കൾ ഈ ലോകത്ത് ഇല്ലാതെയായി പോകും, അല്ലെങ്കിൽ തൻ്റെ മക്കൾ ഒറ്റപ്പെട്ടു പോകുമെന്ന് അറിഞ്ഞിട്ട് തൻ്റെ മക്കളെയും കൂടെ കൂട്ടി മരിക്കുന്ന ഒരു അമ്മയുടെ അവസ്ഥയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ആൻഡ് ഹിയർ ഓർഡർ, അതേപോലെ തന്നെ ബ്ലീഡിങ്, ഇതൊക്കെ all these terms are related to women or ladies. സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ട ടേംസ് ആണ്. ആൻഡ് the moon has nothing to be sad about. ഇനി അടുത്ത പറയുന്ന ഇങ്ങനെ ഒരു രംഗം കണ്ടിട്ട് the moon has nothing to be sad about. ആകാശത്ത് ചന്ദ്രനുണ്ട്, സന്ധ്യാസമയമാണ്, ഇരുടാണ്. ആ ചന്ദ്രന് ഹാസ് നത്തിങ് ടു സേ, ഒന്നും പറയാനില്ല. മീൻസ് ദ മൂൺ ടേൺസ് ടു ബി ഇൻഡിഫറൻറ്റ് ഇൻ ദിസ് ഇൻസിഡൻറ്റ്. ഈ ഒരു സംഭവത്തിൽ ഇൻഡിഫറൻ്റ് ആയിട്ടാണ്, ഇൻഡിഫറൻറ്റ് മീൻസ് യാതൊരു ഭാവഭേദവും ഇല്ലാതെയാണ് ചന്ദ്രൻ കാണപ്പെടുന്നത്. ദാറ്റ് മീൻസ് ദ മൂൺ ഹിയർ റെപ്രസെൻറ്റ്സ് ദ വേൾഡ് ആൻഡ് ദ പീപ്പിൾ. ജനങ്ങളും ഈ ലോകവുമാണ് മൂൺ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ചന്ദ്രന് ഒരു ഭാവവ്യത്യാസവും ഇല്ല എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് യൂഷ്വൽ ഇൻ ദിസ് മോഡേൺ വേൾഡ്. ഈ ആധുനിക ലോകത്ത് ഇത്തരം ആത്മഹത്യകൾ സ്ഥിരം സംഭവമാണ്. അതുകൊണ്ട് ചന്ദ്രനൊന്നും തോന്നുന്നില്ല. ദാറ്റ് മീൻസ് ദ വേൾഡ് ടേൺസ് ടു ബി ഇൻഡിഫറൻറ്റ് ടുവേർഡ്സ് സച്ച് സർക്കംസ്റ്റാൻസസ്. ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ സ്ഥിരം കാണുന്നത് കൊണ്ട് പലപ്പോഴും നമ്മൾ കാണാറുണ്ട് മക്കളെയും കൊണ്ട് ആത്മഹത്യ ചെയ്യുന്ന അമ്മമാരുടെ ആ ഒരു ന്യൂസുകൾ നമ്മൾ പലപ്പോഴും കേൾക്കുന്നതാണ്. ആ ഒരു സംഭവം സ്ഥിരമാകുന്നത് കൊണ്ട് തന്നെ ഇവിടെ ഒരു ലോകത്തിന് ഒരു ഭാവഭേദവും തോന്നുന്നില്ല. സോ ദ മൂൺ റെപ്രസെൻറ്റ്സ് ദ വേൾഡ്. മൂൺ ഇസ് എ സിംബൽ ഓഫ് ദ വേൾഡ്. ആൻഡ് സ്റ്റിയറിംഗ് ഫ്രം ഹർ ബോണ്ട് ഓഫ് മോൾ. ദാറ്റ് മീൻസ് ദ മൂൺ ഈസ് ലുക്കിംഗ് അറ്റ് ദിസ് ഇൻസിഡൻറ്റ് ആൻഡ് ഇറ്റ് ടേൺസ് ടു ബി ഇൻഡിഫറൻറ്റ്. ഷീ ഈസ് യൂസ്ഡ് ടു ദിസ് സോർട്ട് ഓഫ് തിങ്സ്. കാരണം ദ മൂൺ എന്നുള്ളത് ഇറ്റ് ഈസ് ഓൾസോ എ സിംബൽ ഓഫ് ലോകം. നമ്മൾ പറഞ്ഞു ഇറ്റ് ഈസ് എ സിംബൽ ഓഫ് വേൾഡ് ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ ദ സിംബൽ ഓഫ് വിമൻ. സ്ത്രീകളുടെ പ്രതീകമാണ്. ആൻഡ് ഓൾസോ ദ സിംബൽ ഓഫ് സഫറിങ്സ്, ഡെസ്പെയർ ആൻഡ് ലോസ്, നിരാശയുടെയൊക്കെ പ്രതീകമാണ്. സോ ഷീ ഈസ് യൂസ്ഡ് ടു ദിസ് സോർട്ട് ഓഫ് തിങ്, ഹർ ബ്ലാക്ക് ക്രാഡിൽ ആൻഡ് ഡ്രാഗ്. ഈ ഒരു സംഭവങ്ങൾ കൊണ്ട് ഈ ചന്ദ്രന് ഈ സ്ഥിരം പരിചയമാണ് ഇത്തരം സംഭവങ്ങൾ. അതേപോലെ തന്നെ ഈ ലോകത്തിന് സ്ഥിരം കേൾക്കുന്ന ന്യൂസുകളാണ്. ദ വേൾഡ് ആൻഡ് ഇറ്റ്സ് പീപ്പിൾ ടേൺ ടു ബി ഇൻഡിഫറൻറ്റ് ടുവേർഡ്സ് സച്ച് ഇൻസിഡൻസ്. ഹിയർ മൂൺ അല്ലെങ്കിൽ ലുനാറ്റിക്, ഇറ്റ് ഈസ് ഓൾസോ റിലേറ്റഡ് ടു മെൻ്റൽ പ്രോബ്ലംസ്. അല്ലെങ്കിൽ മൂൺ എന്നത് ഇൻ ട്രഡീഷണൽ കൾച്ചർ ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ലുനാസി ഓർ മെൻ്റൽ സ്ട്രഗിൾ. ഈ ചന്ദ്രൻ്റെ സ്വാധീനമാണ്, അല്ലെങ്കിൽ ചന്ദ്രൻ്റെ അപഹാരം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഈ ഒരു മെൻ്റൽ പ്രഷർ അല്ലെങ്കിൽ ഡിപ്രഷൻ, ഇതിനൊക്കെ കാരണം ചന്ദ്രനാണ് എന്ന് കണക്കാക്കപ്പെടുന്നുണ്ട്. അതേപോലെ ഇറ്റ് ഈസ് എ സിംബൽ ഓഫ് വിമൻ ആൻഡ് ലോസ്. ഈ സ്ത്രീകളുടെ നഷ്ടത്തിൻ്റെ അല്ലെങ്കിൽ നിരാശയുടെ ഒക്കെ പ്രതീകമാണ് ചന്ദ്രൻ. ഹിയർ ദ പോയറ്റ് യൂസസ് എ ലോട്ട് ഓഫ് പോയറ്റിക് ഡിവൈസസ്. First one, alteration. Alteration is the repetition of consonant sounds. Here the poet used a lot of words like child, little and coiled. Here l sound is repeating. Then we can see assonance. It is a repetition of vowel sounds. The examples are feet and seen. E sound is repeating. Then we have already said that we can see the figure of speech simile. ജസ്റ്റ് ലൈക്ക് പെറ്റൽസ്, ആസ് പെറ്റൽസ് ഓഫ് എ റോസ് എന്ന് പറയുന്ന ആ ഭാഗത്ത് വി ക്യാൻ സീ സിമിലി. ദ നെക്സ്റ്റ് പോയറ്റിക് ഡിവൈസ് ഈസ് എൻജാവ്മെൻറ്റ്. എൻജാവ്മെൻറ്റ് മീൻസ് ദർ ഇസ് എ പോസിങ് ബട്ട് ഇറ്റ് ഈസ് നോട്ട് എ നാച്ചുറൽ പോസിങ്. ഒരു നാച്ചുറൽ പോസിങ് അല്ല, പക്ഷേ അവിടെ ഒരു പോസ്, ഒരു ആബ്സ്ട്രാക്റ്റ് പോസിങ് ഉള്ളതിനെയാണ് എൻജാവ്മെൻറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ദ പോയറ്റ് ഓൾസോ യൂസ്ഡ് സം സിംബൽസ്. അതിൽ ദ ബെസ്റ്റ് എക്സാമ്പിൾ ഇസ് മൂൺ, ഒരു സിംബലാണ്. അതേപോലെ തന്നെ ദ അലൂഷൻ ടു ക്ലിയോപാട്രയായിട്ടുള്ള ആ ഒരു അലൂഷൻ. ദീസ് ആർ ദി മെയിൻ പോയിന്റ്സ് ആൻഡ് ടെക്നിക്സ്. ഇനി ഇതിൽ ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ടൈറ്റിൽ സിഗ്നിഫിക്കൻസ് ഓഫ് ദ പോയം? എഡ്ജ് എന്നുള്ളത്, എഡ്ജ് മീൻസ് ദ എൻഡ്. എൻഡ് എന്നുള്ളത് ഹിയർ റെപ്രസെൻറ്റ്സ് ഡെത്ത്. ആ ഒരു ടൈറ്റിൽ സിഗ്നിഫിക്കൻസ് ചോദിക്കാം. പിന്നീട് the frustration depicted in the poem.
പിന്നെ ചോദിക്കാവുന്നത് വാട്ട് ആർ ദി സ്ട്രഗിൾസ് ദാറ്റ് ആർ ഡിസ്ക്രൈബ്ഡ് ഇൻ ദ പോയം. These are the main points. Hope you enjoyed it. Thank you.